ദേവസ്വം മന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളാണെങ്കിൽ പിന്നെ ആ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്ത് ഇത്രയും അംഗങ്ങൾ മാത്രമല്ല ദേവസ്വം മന്ത്രി ഉൾപ്പെടെ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഈ കാര്യത്തിൽ മന്ത്രിയെ ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ദേവസ്വം മന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളാണെങ്കിൽ പിന്നെ ആ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്ത് ഇത്രയും കാലം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തെ രക്ഷപ്പെടുത്താൻ ഉദ്യോഗസ്ഥരിൽ മാത്രം പഴിചാരി അവരെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് അവരുടെ മുകളിൽ അവർക്ക് മാത്രം ശിക്ഷ നൽകി രാഷ്ട്രീയ നേതൃത്വം രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. കേരളത്തിലെ വിശ്വാസി സമൂഹം ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തുന്നത് വരെ ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി അല്ല, അത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് നിരീശ്വരവാദിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആശയങ്ങൾ എനിക്കത്ര എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കീഴിലാണ് അയ്യപ്പൻ്റെ സ്വർണം ചെമ്പാണെന്ന് ചിത്രീകരിച്ചിട്ട് അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം കൈകാര്യം ചെയ്യുന്നത് ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ ക്ഷേത്ര സ്വത്ത് ഭക്തർക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് പകരം ആ ക്ഷേത്ര സ്വത്ത് കൈക്കലാക്കാനും അത് വിറ്റഴിക്കാനുമുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കീഴിൽ, അങ്ങനെയുള്ള ആളുകളുടെ കീഴിൽ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഭക്തരുടെ വേദനയും വികാരങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ.